viewers, welcome back to Shiblaskitchen. അപ്പം ഓണക്കാലയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പാർ റെസിപ്പിക്ക് ഞാൻ സാമ്പാർ പൗഡറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സാമ്പാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പൊന്ന് ആദ്യം 1 വിസിലിടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ അത്ര വെന്ത് കിട്ടില്ല. ചിലപ്പം പരിപ്പ് നന്നായിട്ട് വെന്തിടണം, എന്നാലേ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പരിപ്പൊന്ന് കുക്കറിൽ വെച്ചിട്ട് 1 വിസിൽ ഇടിച്ചെടുക്കുകയാണ്. കൂടുതൽ ഇടാൻ വേണ്ടി പാടില്ല കേട്ടോ. ഒരേ ഒരു വിസിലിടുമ്പം നമ്മൾ വിസിലൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും വെന്തിട്ട് കൂടിപ്പോവും. ഇപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, പരിപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റാണ്. 1 ക്യാരറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പംകിൻ എടുത്തിട്ടുണ്ട്, മത്തങ്ങ. അതുപോലെ തന്നെ കുമ്പളവും മത്തനും രണ്ടും കൂടി ഇത്ര എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും ഉണ്ട് കേട്ടോ ഇതിൽ 3 കൂടിയിട്ട് അത്രയാണുള്ളത്. പിന്നെ നമ്മുടെ കായ, വെണ്ടക്ക, പൊട്ടാറ്റോ, അതൊക്കെ, പിന്നെ കോവയ്ക്ക, എല്ലാം സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇതിൽ ചേന ഇല്ല കേട്ടോ, ചേനയും കൂടി വേണം നമുക്ക്. ചേന ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളൊരു 3-4 തക്കാളി വലുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ 5-6 പച്ചമുളക്, പിന്നെ സവാള. ചെറിയുള്ളിയാണ് കേട്ടോ നമ്മുടെ സാമ്പാറിന് ആക്ച്വലി എടുക്കേണ്ടത്. പക്ഷേ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് 1 വിസിലും കൂടി ഇടിച്ചെടുക്കുക. ഒരേ ഒരു വിസിലേ വേണ്ടൂ കേട്ടോ. നമ്മൾ ആദ്യം പരിപ്പിന് 1 വിസിലടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറി 1 വിസിലടിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ കുക്കറിൽ വിസിലിടുന്നതിനിടയ്ക്ക് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, എന്നാലേ കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു വലിയ മുറി തേങ്ങ എടുക്കുക. ഒരു വലിയ മുറിയുടെ 1 മുറി ഫുള്ളായിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ആ ഒരു കറിവേപ്പില നമ്മൾ ഇടുന്നത് കൊണ്ട് തന്നെ പ്രത്യേക തരം ഒരു ടേസ്റ്റും കിട്ടും നമ്മുടെ സാമ്പാറിന്. ഇതുപോലെ ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ എന്ന് പറയുന്നത്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നമ്മുടെ തേങ്ങ. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. അത് തണുക്കുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് മുളകൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിപ്പം ഒരു 3 നാടൻ മുളകും അതുപോലെ തന്നെ 3-4 കാശ്മീരി വറ്റൽ മുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂടെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുളകിന് ഞെട്ടൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഞെട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ വറുത്തെടുത്തതിന് ശേഷം ഞെട്ട് കളയുന്നതേ ഉള്ളൂ. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുളകായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വാഷ് ചെയ്യണം കേട്ടോ വറുത്തതിന് ശേഷം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും
കഷ്ണം വാളം പുളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി കിട്ടണമെങ്കിൽ നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കുക. അത് കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരേ ഒരു വിസിലേ നമ്മൾ ഇടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വിസിലൊക്കെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ സാമ്പാറിൽ ഒന്നും തന്നെ കാണത്തില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ഒരു വിസിലിടിക്കുക. ചിലരുടെ കുക്കറിൽ മാത്രം ചിലപ്പോൾ 2 വിസിലിടേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ പാകം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിക്കുക. ഇപ്പം നമ്മൾ മിക്സിയിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കട്ടിക്കല്ല നമ്മുടെ സാമ്പാർ ഉണ്ടാവുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കുക. അല്ലെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ടൈറ്റായി പോവും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ വേവാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ തിളക്കുന്നതിന് മുമ്പ് സാമ്പാർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി അനുവദിക്കുക. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് അസഫോഡിഡ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കായംപൊടി ഉണ്ടല്ലോ, കായംപൊടി ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. സാമ്പാറിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കായംപൊടി ചേർത്ത് കൊടുക്കണം. പക്ഷെ നമ്മളിതിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. സാമ്പാർ പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. ഉണ്ടാക്കിയത് കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല. ഈ ഒരു സാമ്പാറിന് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കടുക് വറുത്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിലുള്ള സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. അപ്പോൾ കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നാടൻ രീതിയിലുള്ള കറികൾക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴേ ആ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പം ഇതിലോട്ട് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ മതി കേട്ടോ. അതിനേക്കാളും കൂടുതൽ ഉലുവ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കടുക് കരിയാണ്ടും ശ്രദ്ധിക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇതിപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ നമ്മുടെ സാമ്പാറിന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ നമ്മുടെ സാമ്പാറിന് കിട്ടും. ഇപ്പം നമ്മൾ സാമ്പാറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റൊക്കെ നിങ്ങൾ അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും കേട്ടോ. നമ്മൾ ഈ ഒരു കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം കടുക് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് ഒഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് കുറച്ച് നേരം മൂടി വെക്കുകയാണെങ്കിൽ പ്രത്യേക തരം ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓണസദ്യയുടെ കൂടെയും എന്നല്ല നമുക്ക് എപ്പോഴും ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ പൊടി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സാമ്പാർ തയ്യാറാക്കി നോക്കുക. ഈ ഒരു രീതിയിൽ പലരും ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം.
അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ. ഷിബ്ലാസ് കിച്ചൺ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിലുള്ള പേജും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഷിബ്ലാസ് കിച്ചൺ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു. ഹാപ്പി ഓണം.